നിങ്ങളിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? എന്താ പള്ളി ഇപ്പോൾ പറഞ്ഞു, മിഷ്കാൽ പള്ളി ഇപ്പൊ രാജ്യത്ത് നടക്കുന്ന മാന്തലാണ്, മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാൻവാപി പള്ളി, നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഒരു നിയമമുണ്ട്. 991 വേർഷിപ്പ് ആക്ട് ഉണ്ട്. ആ വേർഷിപ്പ് ആക്ടിൽ വളരെ ക്ലിയറായി പറയുന്ന കാര്യം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 947 ആഗസ്റ്റ് 15 ശേഷം എന്തായിരുന്നു ആരാധനാലയം അങ്ങനെ തന്നെ ഉണ്ടാവണം. ചർച്ച് ചർച്ച് ആണെങ്കിൽ, ടെമ്പിൾ ടെമ്പിൾ ആണെങ്കിൽ, മോസ്ക് മോസ്ക് ആണെങ്കിൽ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത്? വാരണാസിയിലെ ഗ്യാൻവാപി, അജ്മീർ ദർഗ, സമ്പൽ, ഇങ്ങനെ പള്ളിയുടെ അടിയിലേക്ക് മാന്താൻ പോവാണ്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിൽ ഒടുവിൽ സുപ്രീം കോടതി ഇന്റർവെൻഷൻ ഉണ്ടായി. എന്തിനാണ് ഇങ്ങനെ മാന്തേണ്ട കാര്യം? എന്താ ഇവരിപ്പോ JCB കൊണ്ട് നടക്കുകയാണ് മാന്താൻ. ഇതെങ്ങോട്ട് പോകുന്നു രാജ്യം? JCB കൊണ്ട് മാന്തി എന്താ ഇവിടെ സംഭവിക്കുക? അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആസൂത്രിതമായി മനുഷ്യരെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ടോളറൻസ് എന്ന വാക്ക് ലോകത്തെ പഠിപ്പിച്ച ഗാന്ധിയുടെ നാടാണിത്. മഹാത്മാഗാന്ധിയെ കുറിച്ചല്ലേ നമ്മളെല്ലാം പഠിച്ചത്. സഹിഷ്ണുത, അത് ലോകത്തെ പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നും ലോകത്തിന് മുന്നിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് ഇൻടോളറൻസ് എന്ന, അസഹിഷ്ണുത എന്ന. ആ അസഹിഷ്ണുതയുടെ ഭാഗമാണ് മാന്താൻ നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ ജുഡീഷ്യറി നിശബ്ദനായി മ്യൂട്ട് സ്പെക്ടേറ്ററായി നിന്നു. ഒരു ഘട്ടത്തിൽ മ്യൂട്ട് സ്പെക്ടേറ്റർ എന്ന് പറയും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇന്റർവെൻഷൻ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷയ്ക്കൊക്കെ നൽകുന്ന കാര്യമാണ്. അതാണ് 2024 നവംബർ 13 ഉണ്ടായ വിധി. 2024 നവംബർ 13 വിധി. അത് ബുൾഡോസർ രാജ് പറ്റില്ല. ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്വിറ്ററില് എന്താ ട്വിറ്ററിന്റെ സിമ്പിൾ? ഒരു നീലപക്ഷിയാണ് അല്ലേ, ബ്ലൂ ബേർഡ്സ്. ഈ രാജ്യത്തിന്റെ ചിഹ്നമായി ഈ JCB പോലുള്ള യന്ത്രങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ പറഞ്ഞു അത് പറ്റില്ല കേട്ടോ. കോടതി പറഞ്ഞു നിങ്ങൾ ഈ ഏർപ്പാടും കൊണ്ട് പോകാൻ പാടില്ല. അതാണ് ബുൾഡോസ്. നിങ്ങൾ ആരും ഞാൻ പ്രതിയായിരുന്നു പല കേസിലും. ഞാൻ പ്രതിയായതിന്റെ പേരിൽ എന്റെ കുടുംബ സ്വത്തുക്കൾ എന്തിനാ തകർക്കേണ്ട കാര്യം? അതിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ വീട്ടിൽ താമസിക്കുന്ന മറ്റാൾക്കാരില്ലേ? അല്ലെങ്കിൽ ഒരാൾ പ്രതിയായതുകൊണ്ട് കുറ്റക്കാരനാവോ? ഒരാൾ പ്രതിയായത് കൊണ്ട് കുറ്റക്കാരനാവില്ല. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തണം. അൺടിൽ ഈസ് ഗിൽറ്റി ഈസ് പ്രൂവ്ഡ് എന്നാണ്. അവിടെ കുറ്റം തെളിയുന്നവരെ കുറ്റവാളിയല്ല. ഇവിടെ കുറ്റവാളിയായി എന്ന പേരിൽ, പ്രതിയായി എന്നതിന്റെ പേരിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾക്കകത്ത് നടക്കുന്നത് അവരുടെ സ്വത്തുവകൾ ഇടിച്ചു നിരത്തലാണ്. അവിടെയാണ് കോടതി പറഞ്ഞത് എല്ലാത്തിനും ഓരോ ബോർഡർ ഉണ്ട്. ഇപ്പൊ ഡെമോക്രസിയുടെ 3 പില്ലേഴ്സ്, അതൊന്ന് ലെജിസ്ലേച്ചറാണ്, മറ്റൊന്ന് ജുഡീഷ്യറിയാണ്, മറ്റൊന്ന് എക്സിക്യൂട്ടീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എൻക്രോച്ച് ചെയ്യണ്ട. എൻക്രോച്ച്മെന്റ് പറ്റില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. ജുഡീഷ്യറിക്ക് ഒരു അധികാരമുണ്ട്, എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്, ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്. അതിൽ ഞങ്ങളെ ഇതിലേക്ക് നിങ്ങൾ കൈയിടണ്ട എക്സിക്യൂട്ടീവ്. അതാണ് 2024 നവംബർ 13 ഉണ്ടായ വിധി. 2024 നവംബർ 25 മറ്റൊരു വിധി കൂടി ഉണ്ടായി. എന്താ വിധി? ആ വിധി കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ടായ അമെന്റ്മെന്റ്, 42nd അമെന്റ്മെന്റ്. അതെന്താ? സോഷ്യലിസവും സെക്യുലറിസവും ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്നുള്ളത് അത് പറ്റില്ല, അത് മാറ്റണം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ കോടതി പോയി. അവിടെ അസന്നിഗ്ധമായി കോടതി പറഞ്ഞു അതും മാറ്റാൻ പറ്റില്ല. ഇത് രണ്ടും സമീപകാലത്തുണ്ടായ വിധിയാണ്. അതുപോലെ തന്നെ നിയമവിദ്യാർത്ഥികൾ നിയമത്തിൽ പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേസിലെ വിധി എന്താ? ആ കേസിലെ വിധി സമീപകാലത്ത് വളരെ പ്രസക്തമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുന്നിൽ സമീപകാലത്ത് വളരെ പ്രസക്തമാണ് 1973 വിധി. എന്താ വിധി? നിങ്ങൾക്ക് ആർക്കും ഏതെങ്കിലും ഘട്ടത്തിൽ ഭൂരിപക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ ഭരണഘടന മാറ്റാൻ പറ്റൂല. അതാണ് കേശവാനന്ദ. ബേസിക് സ്ട്രക്ചർ ഡോക്യുമെന്റ്, ഭരണഘടനയുടെ അടിസ്ഥാന ശില മാറ്റാൻ പറ്റില്ല. ഇതാണ് കേശവാനന്ദ ഭാരതി. ഇപ്പൊ സമീപകാലത്ത് ഒരു ഘട്ടത്തിൽ കോടതി നിശബ്ദമായെങ്കിലും ഇപ്പൊ സമീപകാലത്ത് കോടതി ശക്തമായി ഇടപെടുന്നു എന്നുള്ളത് പ്രതീക്ഷ, റേ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ പ്രതീക്ഷയുടെ കിരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊരു ഭാഗത്താണ്.
വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തിനാ ഈ ജഡ്ജിമാർക്ക് എങ്ങനെ പ്രസംഗിക്കാൻ പാടുണ്ടോ? എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് സത്യം ചെയ്യുന്ന ഒരു ജഡ്ജി? അലഹബാദ് ഹൈക്കോടതിയിൽ ശേഖർ കുമാർ യാദവ് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ? അദ്ദേഹം നടത്തിയ പ്രസംഗം ഞാനിവിടെ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ നീതി കൊടുക്കാൻ പറ്റുക? അവിടെ എന്നെപ്പോലുള്ള ആൾ പറയുന്ന കാര്യം, ജുഡീഷ്യൽ ഓഫീസർമാർക്ക് പോസ്റ്റ് റിട്ടയർമെന്റ് സ്കീം കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുമ്പോൾ കൂളിംഗ് പീരീഡ് ഉണ്ടാവണം. ചില സെക്ടറിനകത്ത് അവരെന്നെ വേണ്ടി വരും. മനുഷ്യാവകാശ കമ്മീഷൻ അത്തരം സംബന്ധിച്ച് അപ്പോൾ അവരെണ്ണാക്കേണ്ട ഒരു തർക്കമൊന്നുമില്ല. പക്ഷെ കൂളിംഗ് പീരീഡ് ഉണ്ടാവണം. കൂളിംഗ് പീരീഡ് ഇല്ലാതെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന് വേണ്ടി അപക്വമായ പ്രസ്താവനകൾ ചിലർ നടത്തുന്നത് ഇതിന്റെ ഭാഗമാണ്. അതിനെ കൂടി കോടതി ഗൗരവമായി കണ്ടു എന്നുള്ളതാണ്. അതിനെ കൂടി സുപ്രീം കോടതിയുടെ ഇപ്പോൾ ബെഞ്ച് അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അപകടകരമാണ്. ഇത് അപകടകരമായ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷെ അവിടെയും ചെറുത്തുനിൽപ്പുണ്ട്. ചെറുത്തുനിൽപ്പ് നല്ലതുപോലെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളത് പ്രതീക്ഷയോടെ നൽകുന്ന കാര്യമാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം 6:15 ഇനി ഏതാണ്ട് 5:15. 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രബലന്മാർ ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. ബഷീർക്ക് ഉൾപ്പെടെ, മടവൂർ ഉൾപ്പെടെ ഒരു വലിയ നിര പ്രസംഗിക്കാനുണ്ട്. പിന്നെ 6:15 ചിലപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് പോവുകയും ചെയ്തിരിക്കും. അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രശ്നം ചുരുക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ കാസി ഫൗണ്ടേഷൻ ബഹുമുഖമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു സംഘടനയാണ്. ഇനിയും ആ നിലയിൽ തന്നെ അശരണരെ, ആലംബഹീനരെ, സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള വലിയ മനസ്സ് നിങ്ങൾക്ക് ഇനി എല്ലാവർക്കും സഹായിക്കാൻ തോന്നുന്നു. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാൻ മനസ്സുണ്ടാവണം. ചിലർക്ക് പൈസയൊക്കെ ഉണ്ടാവും. ഓറെന്താ പറയുക, ഞാൻ ആടെ കൊടുത്തിന്, ഇവിടെ ഏടിയും കൊടുത്തിട്ടുണ്ടാവല്ലോ. അതങ്ങനെ ഞാൻ കുറച്ചു കാലമായിട്ട് ഏർപ്പാട് നിർത്തിയാൽ ആടെ കൊടുത്തിന് സഹായം, ഇവിടെ കൊടുത്തിന് ഏടിയും കൊടുക്കൂല. പക്ഷെ ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാൻ മനസ്സും ഉണ്ടാവണം. ചിലര് കൊടുക്കുന്ന ആരും അറിയിക്കുകയില്ല, ചിലര് കൊടുക്കുന്ന 150 ആൾ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും കൗസി ഫൗണ്ടേഷനെ സഹായിക്കാൻ വന്നവരോട് നിങ്ങൾ ജീവിതത്തിൽ നടത്തുന്ന നല്ല സൽപ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ഇനിയും ഇത്തരം സംഘടനകളെ സഹായിക്കാൻ ഇതൊരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു സംഘടനയാണ്. ആ ക്രെഡിബിലിറ്റി ഉള്ള സംഘടന നടത്തുന്ന, അതുകൊണ്ടാണല്ലോ നിങ്ങൾ സഹായിക്കാൻ വരുന്നത്, ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ട് തലപ്പത്തിരിക്കുന്നവരൊക്കെ സമൂഹത്തിൽ അംഗീകാരമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഇതിനിയും സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഒപ്പം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ബഷീർക്കൊക്കെ പാർലമെന്റിന് വരുന്നതാണ്. പാർലമെന്റിലെ കാര്യമൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ടാവും. നമ്മൾ പാർലമെന്റിലെ പ്രവർത്തനം ദൂരത്ത് നോക്കിയെന്ന് കണ്ടവരാണ്. അപ്പോൾ ഏതായാലും ഈ രാജ്യം നിലനിൽക്കണം. ഇന്ത്യ എന്നതൊരു ഐഡിയാണ്, ആശയമാണ്. ആശയം നിലനിൽക്കണം. ലോകത്തിന് മുന്നിൽ നിരവധി പ്രഗത്ഭന്മാരെ സംഭാവന ചെയ്ത മഹത്തായ രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ, മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാനെല്ലാം നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞ് ഈ ചടങ്ങ് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.